എനിക്ക് ഒന്ന് എന്നാ നിങ്ങളിട്. എടോ മതി ഈടാൻ കിട്ടി. ഭക്തിയൊക്കെ വേണം. ആറ്. എടോ ഇനി നടന്നു. ഞാൻ 6 വീണ കളിയുണ്ട്. അത് ഒന്നിട്ട് കേറി കഴിഞ്ഞാൽ 6-ന് കളി. ഇങ്ങോട്ടാ എന്നിട്ട് കളിയല്ലത്. അത് നിങ്ങളുടെ നാട്, അണ്ണൻ്റെ നാട്ടിലാണ് ആ കളി. ഞങ്ങൾ മലയാളികൾ 6 ഇട്ടാ കളിക്കും, വെട്ടിയാ കളിക്കും. ഒന്നിട്ട് കേറി കഴിഞ്ഞാലാണ് 6-ന് കളിയുള്ളത്. കാണിക്കിട്ട് 6 കളിയിൽ കയ്യേറ്റോ കളി അങ്ങട്ട് ഈടോ കോടി. എടോ ഇത് കള്ളക്കളിയല്ലേ? ഏത്? അല്ലല്ല, എനിക്ക് ഭാഗ്യമുണ്ട് ഇന്ന്. ഓ പണ്ടാരം പാമ്പ് വിഴുങ്ങി. അതൊക്കെ ഇറക്കുക ഇവിടെ അല്ലേ? ഇതാ ഈ പാമ്പിന് എന്നാ എന്നോട് ഇത്ര വൈരാഗ്യം? പണ്ടാരം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. താൻ തുടക്കം മുട്ട് കളിക്കുമ്പോഴേ പാമ്പിന്റെ വായിപ്പോണ്ട് തനിക്ക് നാഗദോഷമുണ്ട്. പിന്നെ കൂടെ വിടുന്നു താനേ ആ മണ്ണാർശാല പോയിട്ട് ഉരുളി കമത്തിയാ. പിന്നെ ഈ പാമ്പ് കളി കളിക്കുന്നതിനാ ഞാൻ മണ്ണാർശാലയിൽ പോകുന്നത്. താൻ കളിക്ക്. തുപ്പാതറോ അതിലൊക്കെ? തുപ്പിയതല്ലോ. ഇതിലൊക്കെയാണോ തുപ്പ്? പിടിച്ചടിക്കണേ. തുപ്പിയതല്ല. താനെ ഇങ്ങോട്ടും ആ കോണി കയറണോ? ഇവിടെ കോണി കഴിഞ്ഞ് എല്ലാ കോണിയിലും കയറി. ഇനി ഇത്രയും മാത്രമേ ഉള്ളൂ തനിക്ക് കയറാൻ. അതിന്റെ കൂടെ കണക്റ്റഡ് ആയിരുന്നു. താൻ കുറച്ചു നേരം വായ അടച്ചിരിക്കുവോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നല്ലോണം കേട്ടോ. ഒന്നാമത് പാമ്പ് കടിച്ച് ഞാൻ അവലം കിട്ടിരിക്കുക. എടോ തോറ്റ് കഴിയുമ്പോൾ മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ല, യോഗം വേണം. എനിക്കൊക്കെ രാജയോഗം എടുത്ത് വല്ലതും ചെയ്യും കേട്ടോ. ആട്ടിക്ക് കളിക്കാൻ കിട്ടും. ആട്ടിക്കൊണ്ടിരിക്കാതെ ഇവിടെ മനുഷ്യ ഒന്നാമത് ബോധം ഇല്ല സമയം കുറെ നേരെ എന്റെ കാലും പോയി. എന്നേക്ക് എടോ വാ, നമുക്ക് അടുത്ത കളി കളിക്കാം. എടോ വരാൻ. ബോധം പോയോ ദൈവമേ? കൊലക്കേസാവോ? പാചകക്കാരാ, എന്റെ ദൈവമേ. ജവസി, ദൈവമേ പണി പാളിന്നാ തോന്നുന്നേ. അരച്ചാലമ്മേ, ഞാൻ അമ്പലത്തിലൊക്കെ വന്നോളാവേ. കൊലക്കേസ് ഏറ്റെടുക്കേണ്ടി വരുമോ? മുങ്ങിയേക്കാം. ഉച്ചവെയിലത്ത് ഭയങ്കര ഉച്ചകൊള്ളൻ. താൻ ഈ സാമാനം മേടിച്ച പിന്നെ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റിട്ടുണ്ടോ? ഉണ്ടോ? എടോ ഒരു മര്യാദയുണ്ടോ? വല്ലപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചൂട് സമയം വല്ല ജ്യൂസോ ഇവിടെ താമസിക്കുന്നവർക്ക് വല്ലതും കൊണ്ടുതരിക. ഇതില്ല. ഒരു ഏണിയും പാമ്പിന്റെ പേപ്പർ കിട്ടിയ പിന്നെ മുത്തിന്റെ തന്ത നാട്ടുകാരെല്ലാം വിളിച്ചിരുത്തി ഇവിടെ നിന്ന് കളി. ആരോട് പറയാൻ? അല്ലെങ്കിൽ തനിക്ക് രാവിലെ ഈ ഇച്ചിരി പഴകഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് വന്നാൽ പിന്നെ വൈകുന്നേരം വല്ലതും ഉണ്ടാക്കിയാൽ മതി. എഴുന്നേക്ക്, നേരത്തെ നമുക്കൊരു റൗണ്ട് ഇരിക്കാം. ഇതിന്റെ ഇതില്ലേ മറ്റേ ചുമന്ന ഇത് എന്തിടോ? കട്ട എന്തി ഇടോ? ദേവസ്വപ്രാശേരി എടോ, ഇരിക്കുന്നേ വല്ല BP വല്ലതും കൂടിയോ? ശോഭലേ, ശോഭലേ, നിന്റെ മാമൻ ഓടി വന്ന ഇങ്ങോട്ട്. നിന്റെ മാമനെ നട്ട പറ്റി. മാമ എണീറ്റേ, ചുമ്മാ പറ്റിക്കണായിരിക്കും. മാമ എണീറ്റ് എഴുന്നേക്ക്. പൾസ് ഇതെന്തോ? ഇയാളൊരു അമ്പയറോ? ഇതെന്തോ ഇത് മാത്രം താഴത്തെ? മാമ ഒന്ന് എണീറ്റേ. ഇനി ഇത് പ്രശ്നമായിട്ട് താഴുന്നില്ല. ഇയാൾക്ക് എന്തോ BP അസുഖം തോന്നുന്നു. നമുക്ക് ഡോക്ടറെ കൊണ്ടുപോകാം. എഴുന്നേക്ക്. മാമ ഒന്ന് എണീറ്റ്. ഇതിനെ എങ്ങനെ കൊണ്ടുപോകും? എന്തായി പോയിട്ട്? ഒരു കുഴപ്പമില്ല. എന്തോ ഒരു ഉറക്കത്തിനുണർന്ന മാതിരി. ഒരു 90 വയസ്സ് വരെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഈശ്വര, അപ്പൊ 90 വരെ ഞങ്ങൾ സഹിക്കേണ്ടി വരുമോ? താനല്ല മജീഷ്യൻ മുതലാടോ? 90 വരെ എനിക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന് പറഞ്ഞിരിക്കാൻ ഡോക്ടർ പറഞ്ഞല്ലോ. ഡോക്ടർ എന്താ പറഞ്ഞു? ഇനി ടെസ്റ്റിന്റെ അത് കിട്ടിയാൽ അറിയാൻ പറ്റും. അത് കിട്ടുമ്പോഴേ അറിയുന്നത്. ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി ഇവിടെ ശല്യമാ, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകാനാ പറഞ്ഞത്. അതുകൊണ്ടല്ല, നല്ല ഭക്ഷണം കഴിക്കണം, റെസ്റ്റ് വേണോ? റെസ്റ്റ് വേണം. നീ നന്നായിട്ട് റെസ്റ്റ് ചെയ്തോ. പോയി ആഹാരം ഉണ്ടാക്കാൻ കയറിക്ക്. നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങൾക്കും അതാ വേണ്ടത്. അത് തന്നെ. അല്ലെങ്കിൽ ഞങ്ങളും ഇതുപോലെ തലറിഞ്ഞു വീഴും. മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുക. എടി, ഈ മാസം ശമ്പളം കൊടുക്കണ്ട കേട്ടോ. ഇവിടെ ആഹാരം കൊണ്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. സുപ്ലു മോനെ. പറയൂ ദേവശ്രീ സാറേ. മോനെ, മാമൻ ഇങ്ങനെ പറ്റിയത് കൊണ്ടല്ലേ. എടി, ശമ്പളം കൊടുക്കുമ്പോൾ 690 രൂപ കുറച്ച് കൊടുത്താൽ മതി. മറ്റേ ടെസ്റ്റിനൊക്കെ കാശ് ഞാനാ കൊടുത്തത്. ശമ്പളം കൊടുക്കണേ ഇല്ല. എനിക്ക് 60 കിലോ ഉണ്ടായിരുന്നു. തന്റെ തൈരസാദം കഴിച്ച് ഞാൻ 45 കിലോയേ ഉള്ളൂ. അതെ,
ശോഭനമോളെ, എന്താ മൂക്ക് സിനിമയിലൊക്കെ കയറണമെങ്കിൽ മോളെ സൗന്ദര്യം ഇങ്ങനെ തന്നെ നിൽക്കണം. മാമൻ അതിങ്ങനത്തെ തൈരുസാദവും ഇതൊക്കെ ഇങ്ങനെ തന്ന് മോളം നിലനിർത്തും, യൗവനം നിലനിർത്തും. ഈ വെയിറ്റ് കുറയ്ക്കാൻ തന്നെ പിരിച്ചുവിട്ട ജാക്കാശിനെ ഞങ്ങൾ കഴിച്ചാൽ മതി. എന്തൊക്കെ ടെസ്റ്റ് ഇയാൾക്ക് എടുത്തത് ആണോ? പിന്നില്ലയോ? അപ്പൊ ശരിക്കും എന്ത് വലിയ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവും. ഇയാൾ വിചാരിക്കും ഇയാളെ VVS ലക്ഷ്മണോ ടെസ്റ്റ് കളിച്ചോണ്ടിരിക്കാൻ. അതൊന്നുമല്ല മോളെ, നമ്മൾ അവർക്ക് എപ്പോഴെങ്കിലാണ് ഒരു എരേനെ കിട്ടുക. ആ സമയത്ത് അവർ ചന്ന പിന്ന ടെസ്റ്റുകൾ നടത്തും. എന്നിട്ട് കൈ പിടിച്ച് പറയല മിറാക്കിളാണ്, ഒന്നും സംഭവിച്ചില്ല. ശരിക്കും മാമൻ എന്താ പറ്റി? അതന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എന്തോ എവിടെന്നോ ഒരു അടി വന്നു, പിന്നെ ഒപ്പൊരു പുകമയം, ഒന്നും ഞാൻ കണ്ടില്ല. അതാ നാട്ടുകാരെല്ലാം വീട്ടിൽ കയറി ഇടിച്ചേച്ച് പോയതായിരിക്കും ഇവിടെ നമ്മളില്ലാത്ത സമയത്ത്. അടി വരാൻ ഈ വീടിന്റെ വെളി ഇറങ്ങി എവിടെ നിന്നാലും കിട്ടുമല്ലോ. ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ മറ്റേ ഓണത്തിന് അവിടെ പോയി ഇടി കിട്ടിയത്. ഞാൻ ഓർക്കുന്നുണ്ട്. മാവേലിയായിട്ട് തുണിയൊക്കെ ഇട്ടുകൊണ്ട് പോയി. അത് ഇടി കിട്ടിയതല്ല, ആരാധകര് ആരാധകർ കരിങ്കല്ല് പറക്കെറിഞ്ഞായിരുന്നു. അതെ, മാവേലിയുമായിട്ട് അത്രയ്ക്കും സാദൃശ്യം ഉണ്ടെന്ന് മാമന്റെ മുഖം. തമ്പ ഒരു ചായ ഇട്ടുണ്ട് വന്നേ. മക്കൾക്ക് വേണോ? പിന്നെ ഞങ്ങളെന്തൂടെ, എനിക്കൊരു ലൈം ടീ. എനിക്കൊരു ഷാർജ ഷേക്ക്. ഷാർജ ഷേക്ക് കുടിക്കാൻ വേണ്ടി ഇരിക്കുക. പ്രശ്നമൊന്നുമില്ല അല്ലേ? എനിക്ക് തോന്നുന്നു നാട്ടുകാരെ നമ്മളില്ലാത്ത സമയത്ത് കണ്ട് കയറി ഇടിച്ചേച്ച് പോയതാ. ഹലോ ഹലോ. ഇല്ല, അത് ഭാര്യയുടെ ഒരു അകന്ന ബന്ധുവായിരുന്നു. ഇവിടെ നിർത്തിയേക്കായിരുന്നു, അവളുടെ അമ്മ കൊണ്ട് നിർത്തിയേക്കുമായിരുന്നു. അറിയത്തില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പൊതുശ്മശാനോ അങ്ങനെ വല്ലതും നോക്കാനും. ഇല്ല, ഇവിടെ ഒക്കത്തില്ലോ, ഇവിടെ വീടിനത്ര സ്പേസ് ഇല്ലല്ലോ. ഇല്ല, അതുകൊണ്ട് നമ്മുടെ കല്ലൂരുണ്ടല്ലോ പൊതുശ്മശാനം ഉണ്ട്, അവിടെ ഇട്ട്. ഇല്ല, ഞാൻ അവിടെ അടുത്ത് പറയാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരുന്നു. നമ്മുടെ വക ഒരു സംഭാവന, PF, ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഞാനാണല്ലോ നോക്കേണ്ടത്. പിന്നെ മറ്റേ അവയവദാനക്കാരില്ലേ, അവരൊന്ന് കണക്ട് ചെയ്ത് തരണേ. മുടിയില്ല, പ്രത്യേകിച്ച് മുടിയില്ല. കണ്ണ്, കിഡ്നി, അത് അതിൻ്റെ ഒരു റേറ്റ് ഒന്ന് ഫൈനൽ ചെയ്തേച്ചേ. ഒരു കോട്ട് ഇട്ട് തന്നാൽ മതി മൊബൈലിൽ. ഞാൻ നോക്കാം ഏതാ ഹയറാന്നോ അത് വെച്ച് വൃത്തിതാക്കാം. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. മാമൻ 4 ദിവസം മുന്നേ രാവിലെ വെച്ച പഴങ്കഞ്ഞി വല്ലതും കുടിച്ചായിരുന്നു. അതിൽ 96 ഫംഗസ് ആ പഴങ്കഞ്ഞിയിലുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. അതിൽ 75 എണ്ണം മരിച്ചുപോയി, ബാക്കി 21 എണ്ണം ഇപ്പോഴും ജീവനോടുണ്ട്. ആ ചേട്ടൻ്റെ ഈ കളിമണ്ണ് നിറഞ്ഞ മസ്തിഷ്കത്തില 170 സെൽസ് ഉള്ള ഇപ്പോൾ 17 ബാക്കിയായി. വിഷമിക്കണ്ട, കുഴി താത്തടക്കണോ അതോ ചെതയൊരുക്കണോ എന്ന് എന്നോട് പറഞ്ഞാൽ മതി. ഇഷ്ടമുള്ളൂ ഞാൻ ചെയ്തു തരും. വേണ്ട, വിഷമിക്കണ്ട, ഞാൻ ഉണ്ട് കൂടെ. എവിടെയെങ്കിലും കൊണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? സ്വഭാവം അനുസരിച്ച് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, എങ്കിലും ഞാൻ നോക്കിയേനെ. എനിക്ക് 10-90 വരെ സുപ്പിളുമോനെയും ശോഭനമോക്കും വെച്ചുണ്ടാക്കി 2 കൈ കൊണ്ട് തരുന്ന ആഗ്രഹം. എന്തെങ്കിലും വഴി ഉണ്ടാവുമോ? അതിലും കാശി അവയവങ്ങൾ കൊടുത്താൽ കിട്ടുമെന്നുള്ള പറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇപ്രാവശ്യം ഒരു വട്ടത്തേക്ക് വേറെ ചാൻസ് ഇല്ലാത്തതുകൊണ്ടാ. അല്ല, ഈ ശരീരം മുഴുവൻ സുപ്പിളുമോനും ശോഭമോനും മൂക്കുള്ളതാണ്. അവർ 90 വയസ്സായിട്ട് എന്താ അച്ചങ്ങൾ ചെയ്തോ? ഡോക്ടർ അവസാനം റിപ്പോർട്ട് അയച്ചേക്കുക. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ വേറെ ആരുടെയും ശരീരത്തിൽ ജീവിക്കാം എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. വിഷമിക്കണ്ട, ഇത്രയും കാലം ജീവിച്ചില്ലേ, ആർക്കും ഒരു ഉപയോഗമില്ലാതെ. ഇനി അങ്ങോട്ട് അങ്ങനെ ജീവിക്കുന്നതിന് നല്ലത് ദൈവത്തിനോട് ജീവിക്കുന്നതല്ലേ. വിഷമിക്കണ്ട. എൻ്റെ സൈനു.